ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വക്കീലിൻ്റെ വാക്കും കേട്ട് സച്ചിയും രേവതിയും കൂടി രവീന്ദ്രൻ്റെ സഹായം തേടി പോവാണ് ശരത്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ചെന്നിട്ട് സച്ചി രവീന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളുടെ അടുത്ത് കുറച്ച് മനസ്സലിവ് കാണിക്കച്ചാ, പോലീസ് ശരത്തിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അവനെ കിട്ടി അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സച്ചി, തെറ്റ് ചെയ്താൽ പോലീസ് അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും, അതിനിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ശരത്ത് ചെയ്ത തെറ്റിനൊരിക്കലും ന്യായീകരിക്കില്ല, പക്ഷേ അവൻ പഠിക്കുന്ന പയ്യനല്ലേ അച്ഛാ, അവന് പരീക്ഷയൊക്കെയാണ് വരുന്നത്, പോലീസ് എങ്ങാനും അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഭാവി മൊത്തം പോവും അച്ഛാ, പ്ലീസ് അച്ഛാ ഞങ്ങളോട് കുറച്ച് മനസ്സലിവ് കാണിക്കെന്ന് പറഞ്ഞ് രേവതിയും കരയുവാണ്. ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ്, അവൻ എൻ്റെ അനിയനായി പോയില്ല അച്ഛാ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, അച്ഛാ കേസ് അമ്മ പിൻവലിച്ചാൽ മാത്രമേ ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുള്ളൂ എന്നൊക്കെയാണ് വക്കീൽ പറയുന്നത്. അച്ഛൻ ഒന്ന് അമ്മയോട് ഇതേപ്പറ്റി സംസാരിക്കച്ചാന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര താഴോട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല, പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ഇത് സംസാരിക്കാൻ വേണ്ടി ആരുടെ അടുത്ത് പോയാലും അവരൊക്കെ നമ്മളെ പുച്ഛത്തോടെയേ നോക്കത്തുള്ളൂ, പ്രത്യേകിച്ച് നിൻ്റെ അമ്മ. അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് സച്ചി സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ സച്ചി പറയുന്നുണ്ട്, അവൻ മോഷ്ടിച്ചിട്ട് അതും കൊണ്ട് ഉയർന്ന പദവിയിൽ എത്താൻ ശ്രമിക്കുന്ന ഒരാളൊന്നുമല്ല, മോഷ്ടിച്ച മുതൽ അവൻ ഒരിക്കലും ഉപയോഗിച്ച് അവൻ വളർച്ചയിലോട്ട് പോവത്തുമില്ല, അവൻ അങ്ങനെ ചിന്തിക്കത്തില്ലച്ചാ, ഇതന്ന് അമ്മ ആ പറഞ്ഞ ദേഷ്യത്തിൻ്റെ പുറത്ത് അവൻ എന്തൊക്കെയോ ചെയ്തു പോയതാ, അവനോടൊന്ന് ക്ഷമിച്ചൂടെ അച്ഛാ, അച്ഛനൊന്ന് അമ്മേനോട് പോയി സംസാരിക്കുമെന്ന് പറഞ്ഞ് സച്ചി അപേക്ഷിക്കുവാണ്. അവനിനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ആവർത്തിക്കില്ല അച്ഛാ എന്നൊരു വാക്കും സച്ചി കൊടുക്കുന്നുണ്ട് രവീന്ദ്രന്. അപ്പോൾ ഇതും കേട്ടോണ്ടിരുന്ന സുധി വന്ന് പറയുന്നുണ്ട്, അച്ഛാ ഇവൻ്റെ വാക്കും കേട്ട് അമ്മയുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോകരുതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നിൻ്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എന്നോട് ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും, അവൻ ചെറിയൊരു തെറ്റല്ല അച്ഛാ ചെയ്തത്, മോഷണം പിടിച്ചു പറയൊക്കെയാണ്, ഇവനൊക്കെ കുറച്ച് നാൾ ജയിലിൽ കിടന്നാലേ നന്നാവത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവനിതൊരു സ്ഥിരം പരിപാടിയാക്കും, മാല പൊട്ടിക്കൽ, ബാങ്ക് കൊള്ളയടിക്കൽ, അങ്ങനെ അവൻ്റെ മോഷണങ്ങൾ ഉയർന്നുയർന്നു പോകും, കുറച്ച് നാളത്തേക്കല്ല ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ കിടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സുധി ഭയങ്കരമായിട്ട് അപമാനിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി സുധിയുടെ മേത്ത് കയറി കഴുത്തി കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോടാ, മിണ്ടാണ്ടിരിക്കാനല്ലേ നിന്നോട് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, സച്ചി അവൻ്റെ ദേഹത്തുനിന്ന് വിടുമെന്ന് പറഞ്ഞ് സച്ചിയെ മാറ്റുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഒരാളെ ജയിലിലിടാൻ എന്ത് ഈസി ആയിട്ടാണ് ഇവൻ പറയുന്നത്, അല്ലെങ്കിലും ഒരാളെ ജയിലിലിടുന്നത് ഇവന് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള ശീലമല്ലേ എന്ന് സച്ചി ഭയങ്കര വിഷമത്തിൽ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ സച്ചിനെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ആ ഡയലോഗ് സച്ചി എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യം രവീന്ദ്രനും സുധിക്കും അറിയാലോ, അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പേടിച്ച് നിൽക്കുവാണ് സച്ചിയുടെ വാക്ക് കേട്ടിട്ട്. കാര്യം മനസ്സിലാവാതെ രേവതിയും എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. സുധി പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ രേവതി സച്ചിയേട്ടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും സച്ചി സുധീൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എടാ സുധി, നിനക്കിത് ആവശ്യമില്ലാത്ത വിഷയമാണ്, നീ ഇതിൽ ഇടപെടണ്ട, പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും പൊട്ടിത്തെറിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താടാ സച്ചി നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ചില കാര്യങ്ങൾ ഞാൻ മറക്കാൻ ശ്രമിക്കുക, അത് വീണ്ടും വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തല്ലേ എന്ന് പറയുമ്പോഴേക്കും സുധി അവിടെ നിന്നും പോവാണേ. സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ ഒരാൾ ആ കുറ്റം മുഴുവൻ നമ്മുടെ തലയിൽ കെട്ടിവെച്ച് തരുമ്പോൾ ഉണ്ടാവുന്ന വേദനയുണ്ടല്ലോ, അതൊക്കെ ഞാൻ അനുഭവിച്ചതാ അച്ഛാ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അവൻ ചെയ്തു പോയതാ, അവനെ ജയിലിലിടല്ലേ എന്നൊന്ന് പറ അച്ഛാ, അവൻ പഠിച്ച് മുന്നേറി നല്ല ജോലിയിലെത്തും അച്ഛാ, നല്ല നിലയിലെത്തും, ഇങ്ങനെ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ വെറുതെയായി പോവും, ഇത്ര ചെറിയ പ്രായത്തിലെ ജയിലിൽ പോയി കിടന്നാലുണ്ടാവുന്ന മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം അച്ഛാ, അവൻ്റെ ജീവിതം തന്നെ പോകുന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ്. രവീന്ദ്രൻ മിണ്ടാതെ ഒന്ന് പോവാൻ നോക്കുമ്പോഴേക്കും രേവതി വിളിക്കുന്നുണ്ട്, അച്ഛാ അവൻ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു അച്ഛാ, പക്ഷേ ജയിലിൽ മാത്രം അറസ്റ്റ് ചെയ്യാൻ മാത്രം പറയല്ലേ അച്ഛാ, അവനെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താം, അച്ഛൻ എന്ത് ശിക്ഷ വേണമെങ്കിലും അവന് കൊടുത്തു, ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല, എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ അച്ഛനെ കാണുന്നത്, ഞങ്ങളെ കൈവിടല്ലേ, അച്ഛൻ കൈവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് രേവതി പൊട്ടിക്കരയുമ്പോഴേക്കും രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവാണ്. പിന്നെ കാണിക്കുന്നത് ബാമയുടെ വീടാണ്. അവിടെ ചന്ദ്ര ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട്, എന്താ രവിയേട്ടനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, രവിയേട്ടനെ ആലോചിച്ചുകൊണ്ടിരിക്കാനോ, രവിയേട്ടനെ മറന്നാലല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ബാമ പറയുന്നുണ്ട്, ഇത്രയും സ്നേഹം ഉള്ളിൽ വെച്ചിട്ടാണോ ചന്ദ്ര നീ അതൊന്നും പ്രകടിപ്പിക്കാത്തേ, സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ 30 വർഷം കൂടെ താമസിച്ചത്, എത്രയൊക്കെ വഴക്കിട്ടാലും രവിയേട്ടൻ എൻ്റെ അടുത്ത് മിണ്ടി വന്നോളും, ഇപ്പോഴത്തെ പിള്ളേരെ പോലെ അല്ല എന്ന് പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, പിന്നെന്തിനാ നീ ഇപ്പോൾ വീട് വിട്ട് ഇറങ്ങി വന്നേ, അതിന് ഞാൻ രവിയേട്ടനോട് വഴക്ക് പിടിച്ചിട്ടൊന്നുമല്ലല്ലോ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ബാമയുടെ വീട്ടിലെ കോളിംഗ് ബെല്ല് അടിക്കുവാണേ. ബാമ പോയി തുറന്നു നോക്കുമ്പോഴേക്കും വേറെ ആരുമല്ല, രവീന്ദ്രനാണ് വീട്ടിലോട്ട് വന്നിരിക്കുന്നത്.
രവീന്ദ്രനെ കാണുമ്പോഴേക്കും ഭാമ ഭയങ്കര സന്തോഷത്തോടെ രവിയേട്ടനെ പറ്റി ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്, അകത്തോട്ട് വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്റെ കൂട്ടുകാരി പതിവ് പോലെ തന്നെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കുമല്ലേ എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ഹേയ് അങ്ങനെയൊന്നുമില്ല, വാ എന്ന് പറഞ്ഞ് അകത്തോട്ട് വിളിച്ചിരുത്തുവാണ്. അപ്പോഴേക്കും ചന്ദ്ര സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രവീന്ദ്രനും തിരിച്ച് വിശേഷമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാമ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണ്. പിന്നെ രവീന്ദ്രനും ചന്ദ്രയും കൂടി ഇരുന്ന് സംസാരിക്കുവാണ്. എന്താ എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, തിരിച്ചു വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടല്ലോ നീ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്, നീയായിട്ട് പോയി നീയായിട്ട് തന്നെ കയറി വന്നു, ഞാനായിട്ട് നിന്നെ ഇറക്കി വിട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവേ. പിന്നെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ആ കേസ് അത് നീ പിൻവലിക്കണം എന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്രക്കൊന്നുകൂടെ ദേഷ്യം കയറുവാണേ. ഓ, അപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ പൂക്കാരിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ചന്ദ്ര നീ ആ കേസ് ഒന്ന് പിൻവലിക്കുന്ന രവീന്ദ്രൻ വീണ്ടും പറയുമ്പോഴേക്കും ചന്ദ്ര സമ്മതിക്കുന്നില്ലേ. ഞാൻ എന്തിനാ പിൻവലിക്കുന്നത്, അവൻ എൻ്റെ പൈസയാ മോഷ്ടിച്ചുകൊണ്ടും പോയതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അവൻ്റെ ചെറിയ പ്രായമല്ലേ ചന്ദ്രേ, ആ പ്രായത്തിൽ നമ്മുടെ മക്കളും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ പുറത്തു കൊടുത്തിട്ടില്ലേ, അതുപോലെ തന്നെ ഇതും ഒന്ന് മറന്നേക്കെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എൻ്റെ മക്കൾ ഇങ്ങനെ ആരുടെയും പൈസയൊന്നും പോയി മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെയല്ല അവരെ വളർത്തിയെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അവന് ജയിലിലടച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ ചന്ദ്രയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചൊരുത്തനെ ഞാൻ ജയിലിലടച്ചു എന്നുള്ളൊരു തൃപ്തി എനിക്കുണ്ടാവും എന്ന് പറയുവാണ്. മനസ്സിന് ഒരു സന്തോഷവും കിട്ടും. അങ്ങനെ സന്തോഷിച്ചിട്ട് എന്തിനാ ചന്ദ്രേ, മറ്റുള്ളവരുടെ സങ്കടം കണ്ട് നമ്മൾ സന്തോഷിക്കുന്നത് ശരിയല്ല, ആ സന്തോഷത്തിനധികം ആയുസ് ഉണ്ടാവില്ല എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അവരെ ഒരു ജീവിതകാലം മുഴുവൻ നിനക്ക് ദുഃഖത്തിൽ ആഴ്ത്തണമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവർക്ക് എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല, അല്ല അന്ന് പോലീസ് വന്നപ്പോഴേക്കും നിങ്ങളും പറഞ്ഞതല്ലേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം എന്നൊക്കെ, ഇപ്പോഴെന്താ ഇങ്ങനെ മാറ്റി പറയുന്നത്, അവിടെയുള്ള ആ പൂക്കാരിയും മകനും കൂടി നിങ്ങളുടെ മനസ്സ് മാറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര. എൻ്റെ മനസ്സ് മാറ്റാൻ അങ്ങനെ ആർക്കും സാധിക്കില്ലെന്നും എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നിയ കാര്യങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ എന്നും രവീന്ദ്രൻ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഹോ വലിയ മനസ്സാക്ഷി, ആ മനസ്സാക്ഷി കാരണമാണ് ഇപ്പം ആ പൂക്കാരി പെണ്ണ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നത്, അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എന്ത് സമാധാനം ഉണ്ടായിരുന്നിരിക്കും എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്, രേവതി വന്നതിന് ശേഷമാണ് ആ വീട്ടിൽ സമാധാനമുള്ളത്, സച്ചി ഒരുപാട് മാറിയിട്ടുണ്ട്, അത് നിനക്കും അറിയാലോ, പണ്ട് എപ്പോഴും സച്ചി കുടിച്ചു വന്ന് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല, അവൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ സമാധാനമുണ്ട്, ഇതൊക്കെ നിനക്കും അറിയാവുന്ന കാര്യമല്ലേ, നിനക്ക് ഇത്ര നാളായിട്ട് സച്ചിയെ മാറ്റിയെടുക്കാൻ സാധിച്ചില്ലല്ലോ, പക്ഷേ രേവതിക്ക് സാധിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവേ. ചന്ദ്ര വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അവനെ ശിക്ഷിച്ചത് കൊണ്ട് നമുക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല, അന്നത്തെ അവൻ്റെ മാനസികാവസ്ഥയിൽ അവനത് ചെയ്തു പോയതാ, അവൻ കുറ്റബോധം കൊണ്ട് പശ്ചാത്തപിക്കുന്നവനെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല എന്നൊക്കെ എൻ്റെ അമ്മ പറയാറുണ്ട്, അതുമാത്രമല്ല ഇപ്പോൾ അവനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ മാനസികാവസ്ഥയിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവൻ വീണ്ടും ഇതുപോലെ മോഷണങ്ങളൊക്കെ നടത്തുമോ ഇല്ലയോ എന്നൊക്കെ ആർക്കും പറയാൻ സാധിക്കില്ല, അവനോട് ക്ഷമിക്കാനോ അവനോട് സ്നേഹം കാണിക്കാനോ ഒന്നും ഞാൻ നിന്നോട് പറയുന്നില്ല, പക്ഷേ അവൻ്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, നമ്മളായിട്ട് ആരുടെയും ജീവിതം നശിപ്പിക്കരുത് ചന്ദ്രേ, നമ്മൾ നല്ലത് ചെയ്താൽ നമുക്കും നല്ലത് കിട്ടും, നീ ഞാൻ പറയുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക എന്നൊക്കെ രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ ആലോചിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കേസ് ഞാൻ പിൻവലിക്കാം, പക്ഷേ ഒരു കാര്യം, ആ പൂ കിട്ടുന്നവൾ നമ്മുടെ വീട്ടിൽ ഇനി നിൽക്കാൻ പാടില്ല, അവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞേക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ആ കേസ് പിൻവലിക്കാം എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, രേവതി പോയി കഴിഞ്ഞാൽ സച്ചി എന്ത് ചെയ്യും, അവൻ അവളോടാ സ്നേഹമെങ്കിൽ അവനും പൊക്കോട്ടെ അവളുടെ കൂടെ, ഞാൻ ഒന്നും എതിർക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താ ചന്ദ്ര ഇങ്ങനെ, പണ്ട് തൊട്ടേ നിനക്ക് സച്ചിയെ കണ്ടുകൂടാ, അവനെ മാത്രം നീ എന്താ വേർതിരിച്ച് കാണുന്നത്, അവനോട് എന്താ നിനക്കൊരു ഇത്തിരി പോലും സ്നേഹം തോന്നാത്തതെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. നീ പ്രസവിച്ച മകൻ തന്നെയല്ലേ അവനൊന്നും ചോദിക്കുന്നുണ്ട്. അവരിപ്പോൾ അവിടെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുക, അവരെ എന്തിനാ നിനക്ക് പറഞ്ഞു വിട്ടിട്ട് അവരെങ്ങോട്ട് പോകാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവരെങ്ങോട്ടെങ്കിലും പോട്ടെ, എന്തായാലും അവർ പോവാതെ ഞാൻ ആ വീട്ടിലോട്ട് വന്നു പോകില്ല, എൻ്റെ ബാക്കി 2 മരുമക്കളും വലിയ വീട്ടിലെ പിള്ളേരാ, ഇവൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം മൊത്തം ഞങ്ങൾക്കാണ്, വേണമെങ്കിൽ അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുക വരെ ചെയ്യും, അതേതായാലും ഞാൻ സമ്മതിക്കത്തില്ല, അതിനു പകരം ഇവർ പോകുന്നതാണ് നല്ലതെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. നിന്റെ പ്രശ്നം എന്താ ചന്ദ്രേ, നിനക്ക് എല്ലാവരെയും ഒരുപോലെ കണ്ടൂടെ, അത് നിനക്ക് സാധിക്കുന്നില്ല, അതാ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നീ പറയുന്നതെല്ലാം സഹിച്ച് രേവതി ആ വീട്ടിൽ നിൽക്കുന്നുണ്ട്, രേവതിയോട് പെരുമാറുന്നത് പോലെ നീ നിന്റെ ബാക്കി 2 മരുമക്കളോടും പെരുമാറി നോക്ക്, അവരെപ്പോൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ മതി, രേവതി ആയതുകൊണ്ട് മാത്രമാണ് എല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നതെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്.
കേസ് പിൻവലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊരു തരത്തിലുള്ള അസുഖമാ ചന്ദ്രേ, ഇത് ചികിത്സിച്ചാലും ഇതിന് മരുന്നൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, നിൻ്റെ ഈ അസുഖം മാറാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ശ്രുതിയും കൂടി വരുവാണേ. അങ്കിൾ എന്താ ഇവിടെ, ആൻറ്റിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങേര് അതിനൊന്നും വന്നതല്ല, കേസ് പിൻവലിക്കണം എന്ന് പറയാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ വന്ന് അമ്മേനോട് സംസാരിക്കുന്നത്, ആ ചക്കൻ ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ശ്രുതിയെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാണേ. അപ്പോഴേക്കും ശ്രുതി ഓടിപ്പോയി അമ്മേനോട് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു, കേസ് പിൻവലിക്കാം എന്ന് പറഞ്ഞു? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാനൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പിൻവലിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് സന്തോഷമാവേ. അങ്ങനെ തന്നെയാണ് വേണ്ടത്, അമ്മയുടെ കയ്യിൽ നിന്ന് അവൻ പൈസ മോഷ്ടിച്ചത്, അവൻ പോയി ജയിലിൽ കിടക്കട്ടെ, ഇവനെയൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ ഏറ്റവും വലിയ മോഷണക്കാരനായി മാറും, അവന് ശിക്ഷ കിട്ടട്ടെ, ചിലപ്പോൾ കേസ് പിൻവലിച്ചിട്ട് വേണം അവൻ വീണ്ടും വന്ന് അമ്മയെ ആക്രമിക്കാൻ, ആരും ഇല്ലാത്ത സമയത്ത് ഒരു കത്തിയായിട്ട് വന്ന് അമ്മയെ കുത്തും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അമ്മയുടെ കഴുത്തിൽ ചെയിൻ അടിച്ചുകൊണ്ടും പോയാൽ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ, പേടിപ്പിച്ചതല്ല ഞാൻ കാര്യം പറഞ്ഞതാന്നൊക്കെ പറയുന്നുണ്ട്. കേസ് പിൻവലിക്കുന്നതും പിൻവലിക്കാത്തതൊക്കെ ആൻറ്റിയുടെ ഇഷ്ടമാണ്, നമ്മൾ അതേപ്പറ്റി സംസാരിക്കാനല്ലല്ലോ ശ്രുതി വന്നത്, ആൻറ്റി വീട്ടിലോട്ട് വാ ആൻറ്റി കേസ് പിൻവലിച്ചില്ലെങ്കിലും വേണ്ട, ആൻറ്റി ഇല്ലാത്തതുകൊണ്ട് വീട് എന്തോ പോലെയാ, ആൻറ്റി എന്തായാലും വരണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരൂല ആ വീട്ടിലോട്ട്, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ആ പോകട്ടെന്ന് അവൾ, എന്തായാലും ഇത് ഞാൻ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്, അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ വരില്ല എന്ന് ചന്ദ്ര ഉറച്ച വാശി തന്നെ നിൽക്കുവാണ്. ഇതിലൊരു തീരുമാനം ഉണ്ടാവാതെ ഞാൻ എന്തായാലും ആ വീട്ടിലോട്ട് വരുന്നില്ലെന്നും ചന്ദ്ര പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചി ഇങ്ങനെ രവീന്ദ്രൻ പോയതറിയാലോ, തിരിച്ചു വന്നിട്ട് എന്തായി എന്നറിയാനുള്ള കാത്തിരിപ്പിൽ അങ്ങനെ ഇരിക്കുവാണ് വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ സച്ചി. അപ്പോൾ വർഷയും ശ്രീകാന്തും ഒക്കെ വരുവാണേ. വർഷ വന്നിട്ട് രേവതിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എന്തിനാ സോറി? അല്ല രേവതി ചേച്ചി, അന്ന് എല്ലാവരും കൂടി ഇവിടെ ചേച്ചിയുടെ അനിയനെ പറ്റി കുറ്റം പറഞ്ഞപ്പോഴേക്കും നമ്മളും അവനെ കുറ്റം പറഞ്ഞു, അതിനാണ് ഞാൻ സോറി പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അല്ല എൻ്റെ അനിയൻ ചെയ്തത് തെറ്റല്ലേ, പിന്നെ എന്തിനാ സോറി പറയുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അനിയൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ അവൻ അങ്ങനെ ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം എന്താണെന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പണ്ട് രേവതി ചേച്ചിയുടെ അനിയൻ ഈ വീട്ടിൽ വന്ന ടൈമിൽ ആൻറ്റി അവനെ ഒരുപാട് അപമാനിച്ചല്ലേ, എനിക്കത് ഓർക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു, ആ ടൈമിൽ ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ രേവതി ചേച്ചി, എനിക്കതുകൊണ്ട് ആ സംഭവങ്ങളൊന്നും അറിയാതെ പോയത്, ശ്രീകാന്ത് പറഞ്ഞപ്പോൾ എനിക്കെല്ലാം ബോധ്യമായി, അവൻ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തു പോയതാണ്, കാരണം അത്രത്തോളം ആൻറ്റി അപമാനിച്ചിട്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറ്റം ചെയ്യുന്നവരെക്കാളും കുറ്റം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും സോറി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, വളരെ ഉപകാരം എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്ന് എന്ത് പറഞ്ഞു എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കേസ് പിൻവലിച്ചാൽ മാത്രമേ ശരത്തിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അച്ഛൻ അമ്മയോട് സംസാരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, എന്താവും എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മ കേസ് പിൻവലിക്കുമോ സച്ചിയേട്ടാ? അതിന് എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ പിൻവലിക്കുമായിരിക്കും, അച്ഛൻ വരട്ടെ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ കയറി വരുവാണ് വീട്ടിലോട്ട്. രവീന്ദ്രനെ കാണുമ്പോഴേക്കും ഇവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ അച്ഛാന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ, അതേ മോളെ അമ്മ പറ്റില്ലെന്ന് പറഞ്ഞു, കേസ് പിൻവലിക്കുന്നില്ലെന്നുള്ള ഉറച്ച വാശിയില അവളെന്ന് പറയുവാണ്. അപ്പോൾ വിഷമിച്ച് നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.